ഹായ് മിസ്റ്റേക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കായിൻ്റെ മെയിൽ ലീഡായ കായിൻ്റെ റൂമാണ് കാണിക്കുന്നത്. അങ്ങനെ റൂം ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു വരുമ്പോൾ കായാണ് സ്വപ്നത്തിൽ എന്തോ ഞെട്ടി നീച്ച് വേർത്താകെ ടെൻഷനായി കണ്ട് ഞെട്ടി നീച്ചിട്ട് എന്തോ ഗുളിക എടുത്ത് കുടിക്കും. അത് കഴിഞ്ഞ് ചെക്കൻ വേഗം ചെന്നിട്ട് ഓനൊരു വെബ്റ്റൂൺ റൈറ്ററാണ്. അപ്പോൾ അങ്ങനെ ഓൻ സ്വപ്നം കണ്ട സാധനം വരയ്ക്കുക എന്തോന്ന് അത്രയും അഗ്രസീവായിട്ട് വരയ്ക്കും. അപ്പോൾ എഡിറ്ററിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നു, ഓഫീസിലേക്ക് വരണം, ഒരു ഫാൻ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് വേഗം വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓൻ ഫ്രഷ് ആകുമ്പോൾ ഓന് മിററിൽ നോക്കിയിട്ട് ചിക്കനെ പോലെ അങ്ങനെ അഭിനയിക്കുന്ന ചിരിച്ചിട്ട് അങ്ങനെ ഓഫീസിലേക്ക് പോകും. അങ്ങനെ ഓഫീസിലെത്തുമ്പോൾ എല്ലാം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മുൻപിനെ എത്തുമ്പോഴേക്കും ചെക്കൻ വന്നിതാ നിങ്ങളോടൊക്കെ എല്ലാവരോടും നല്ല സന്തോഷ വാർത്ത പറയാണ്ട് എഡിറ്റർ പറയിക്കും, നമ്മളെ ന്യൂ കോമിക്കിൻ്റെ പ്രീ ഓർഡർ കുറേ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, അതിനൊക്കെ കാരണം വരാൻ നല്ലവരെ പ്രശംസിക്കും. അപ്പോൾ നമ്മളെ കായ് ചോദിക്കും, കമ്മീഷൻ ചോദിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അപ്പം ഈ ഇതും മറക്കരുത്, അന്നെ ഞാൻ ഇവിടെ എനിക്ക് ചാൻസ് തന്നില്ലെങ്കിൽ ഈ ഇത്ര ഒന്നും എത്തൂല എന്നൊക്കെ പറയും. ഫെയിമാണ് പൈസേനെക്കാട്ടും വലുത്. എഡിറ്റർ ഭയങ്കര ചാമ്പല. ചിരിച്ചിങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ ചിരിക്കുന്നിട്ട് ഓട്ടോഗ്രാഫ് ഇടുക, ഞങ്ങൾ ഗ്യാരണ്ടി തരണം എനിക്ക് റിച്ച് ആവുന്ന ഫ്രണ്ട്സ് അറിയും ഇങ്ങനെ വിട്ടൊരു നല്ലോണം പറയണം കേട്ടോ, പറയാനുള്ള രീതിയിൽ ഇങ്ങനെ വിടും. അങ്ങനെ ന്യൂസിൽ കാണും, ഇങ്ങനെ പറയും ക്രിക്കോൾ എന്ന് പറഞ്ഞുള്ള ഒരാളെ കാണാതായിരിക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുകയാണ്, പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട്സിനും ഫാമിലിനും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങിക്കോളും. അങ്ങനെ ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുക. അപ്പോൾ ക്രിപ്റ്റോൾ ഇങ്ങനെ പോവില്ല, എപ്പോഴും പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ, ഇപ്പോൾ 4 ദിവസമായി എന്തായിരിക്കും സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടുംബക്കാരിങ്ങനെ സങ്കടം പറയുമ്പോൾ ചെക്കൻ ചോദിക്കൂ ആരാ അവസാനം കണ്ടു ചോദിക്കും. നമ്മളെ അടുത്ത മെയിൻ ലീഡ് പോലീസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും മെയ്ഡാണ് കണ്ടത്. ഓര് പറയുന്ന ഫ്രൈഡേയിൽ നൈറ്റിൽ കണ്ടിന്യൂ ഓഫീസിൽ, പിന്നെ മോർണിംഗ് ആയിരിക്കും പോയി ഉണ്ടാവുക എന്നാണ്. കാറും ഇവിടെ അല്ല, ഫോണും എടുത്തില്ല എന്ന് പറയും. പോലീസുകാർ പറയും ഫോഴ്സ് ചെയ്തതിൻ്റെ ഒരു ഇതും കാണാനില്ല, പിന്നെ വലിച്ചടിച്ച് കൊണ്ടുപോയാണ് എന്തെങ്കിലുമൊക്കെ അടയാളം കണ്ടാലോ, അങ്ങനെ ഒന്നുമില്ല, സെക്യൂരിറ്റി പറഞ്ഞാൽ ഒരു വിസിറ്റേഴ്സും ഇല്ലേനു എന്നാണെന്നൊക്കെ പറയും. അപ്പോൾ ഓഫീസ് റൂം കാണിക്കാൻ വേണ്ടിയിട്ട് വരെ ചെക്കനെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു തല്ലുണ്ടായതിൻ്റെ ഒരു പാടൊന്നുമില്ല. അപ്പോൾ ചെക്കൻ പറയും ഒരു തല്ലുണ്ടായ പോലെ അല്ല, വിക്റ്റിം ആണെങ്കിൽ കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളെങ്ങനെ തച്ചുണ്ടായി കൊണ്ടുപോകാനാണോ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിപിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അലങ്കോലയക്കല്ലോ പറയും. അപ്പോൾ പോലീസുകാർ ഫ്രണ്ട് പറയും ചിലപ്പം കിഡ്നാപ്പർ അറിയുന്ന ആളാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. അപ്പോൾ പറയും ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ കിഡ്നാപ്പർ ഗണ്ണെറ്റെങ്കിലും വെച്ചിട്ട് പോയിന്റ് ചെയ്തിട്ട് കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ പോയിസൺ കൊടുത്തിട്ട് കൊണ്ടുപോയാലോ, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ചെക്കൻ അവിടെ നിന്ന് ഇങ്ങനെ മെഡിക്കലിൻ്റെ റിസിപ്റ്റ് കാണും, ഹാർട്ട് ഡിസീസ് ഉണ്ട്, ഇതിൻ്റെ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയാൻ മറിഞ്ഞു പോയതാണ്, അല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറയും. പക്ഷേ റാൻഡം ഇങ്ങനത്തെ കേസുകൾ അധികവും 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായി കിഡ്നാപ്പർ അല്ലെങ്കിൽ പൈസ ചോദിച്ചു, ഇവിടെ ആവും ഇല്ലാറ്. അപ്പോൾ കിഡ്നാപ്പറിന് വേണ്ട പൈസ ആയിരിക്കില്ല, ചിലപ്പോൾ അവൻ്റെ ലൈഫ് ആയിരിക്കും എന്ന് പറയും. അപ്പം തന്നെ ഒരു ഇൻസ്പെക്ടർ വന്ന് പറയും ഇവിടെ ക്രിപ്റ്റോണിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അവിടെ വലിച്ചേച്ച് പോയ പാടുകളൊക്കെ കാണും, കുറേ രക്തം പുരണ്ട പാടുകളും അങ്ങനെയൊക്കെ കാണുമ്പോൾ പോയി നോക്കുമ്പോൾ ഒരു കുരിശിൻ്റെ മുകളിൽ സൈൻ പോലെ ചങ്ങായിനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ട് തലക്ക് ഹാമറിനോട് അടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു നടുക്കൊരു ഒരു വട്ടത്തിൻ്റെ മുകളിലൊരു സൈൻ പോലെ ഒരു സീരിയൽ കില്ലർ പോലുള്ളൊരു പാട് വരുത്തുന്നുണ്ടാവും നെഞ്ചത്ത് തന്നെ. അപ്പോൾ അത് കാണുമ്പോൾ ഇതൊരുമാതിരി വേറെന്തോ ഒരു ഈ ബലി കൊടുക്കുക അങ്ങനെയൊക്കെ കാണിച്ചില്ല, അങ്ങനെ എന്തോ പോലെ അല്ലേന്ന് പറയും. കില്ലർ വലിച്ചയച്ചുണ്ടോ ഈ ഹാമറിൽ തല്ലിയതോ എല്ലാത്തിൻ്റെയും ഇത് കാണിക്കും, വീഡിയോ കാണിക്കും ഇങ്ങനെ ചെയ്തതെന്നുള്ളതിൻ്റെ. കില്ലറെ മാത്രം കാണിക്കില്ല. നമ്മളെ പോലീസായ നമ്മളെ ചെക്കൻ പറയും എന്താ കേൾക്ക് ഇവിടുത്തെ എല്ലാ എവിഡൻസും ഭയങ്കര സെക്യൂർ ആയിരിക്കണം, ഇതൊരു കൊലപാതകമായിട്ട് നമുക്ക് തോന്നുന്നതല്ല, കൊല്ലാൻ വേണ്ടി മാത്രമല്ല എന്തൊരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്, ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഇടയിൽ ഇതൊരു ബോഡി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മിസ്സിങ് ആയ ആളുടെ എല്ലാം നല്ലോണം ആളുകളുടെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് നല്ലോണം ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും റിപ്പോർട്ട് അയക്കണം എന്ന് പറയും. അതിനുശേഷം നമ്മളെ കായിനെ കാണിക്കും. കായ് വീട്ടിൽ എത്തിയിട്ട് എന്തോന്ന് വരയ്ക്കും, മറ്റേ ഒരുമാതിരി ഒരു ആർത്തൊഴിഞ്ഞ് കരയുന്ന രീതിയിലുള്ള ഫോട്ടോ വരച്ചിട്ട് ചെക്കൻ വരയ്ക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം കിട്ടുന്ന പോലെ കാണിക്കും. എന്നിട്ട് ചെക്കൻ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്നിട്ട് അതിൽ പോയിട്ട് ഒരു ഇതെടുത്തിട്ട് അതിൽ നിന്നൊരു ബാഗിൻ്റെ ഉള്ളിലേക്ക് ഹാമർ എടുത്തിട്ട് കൊലയാളി യൂസ് ചെയ്ത മാത്രമേ ഹാമർ എടുത്തിട്ട് അതിലെടുത്തിട്ടിട്ട് ഓൻ പുറത്തിറങ്ങിപ്പോവും. ഹുഡിയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ആരോ വയ്യാലെ വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഓൻ മുന്നോട്ട് പോയിട്ട് അവിടെ പോക്കണ്ട ഓനാണിതെല്ലാം കൊന്നെന്നുള്ളത് നല്ലോണം തോന്നും. പക്ഷെ എനിക്ക് എന്തോ വിശ്വാസമില്ല. അങ്ങനെ ആടെ ഓന് പിന്നെ രാവിലെ കാണിക്കുക, രാവിലെ ഓന് സിഗരറ്റ് ഇങ്ങനെ അടിച്ചിങ്ങനെ ഒത്തിരിക്കുമ്പോൾ അവന് ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും എന്താ എൻ്റെ കൈക്ക് പാട് വരും, ഞാൻ എന്തോ ബാത്റൂമിൽ വീണീന് അതായിരിക്കും ചിലപ്പോൾ ബേൺ ആയിട്ട്, അപ്പം നല്ലോണം അയക്കുന്നു അറിയും. അപ്പോൾ ഓനോട് അറിയും എനിക്ക് എന്തായാലും ഇങ്ങനെ കമ്മീഷൻ്റെ കാര്യം ഇങ്ങനെ വിടരുതിട്ടോ, ഇനി എന്തായാലും ചോദിച്ചു നോക്കണം
എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ അവിടെ പോയി അപ്പോൾ ഇങ്ങനെ ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഓൻ്റെ ബാഗ് തട്ടി കാലിൽ വെക്കും ഓൻ്റെ കൊളീഗിനെ. അപ്പോൾ ഒരു എന്താണ് ഈ ക്യാമറ കൊണ്ടിട്ടാണ് വരല്, അല്ലെങ്കിൽ എഡിറ്ററിൻ്റെ തല പൊട്ടിക്കാനൊക്കെ. അപ്പോൾ അതല്ല, എൻ്റെ റൂമിലൊരു ചെയറിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് നന്നാക്കുന്നതിൻ്റെ അടുത്ത് ചിലപ്പോൾ സ്ലിപ്പായിട്ട് ബാഗിൽ വീണേക്കും. സ്ലിപ്പായിട്ട് വീണാൽ അത് ഇൻഹേലർ ഇട്ട് എന്തായാലും കൊണ്ടുവന്നാൽ നന്നായി. ഞാനിതിൻ്റെ എൻ്റെ ടേബിളിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, എൻ്റെ 3 പാൻറ്റാണ് കയറിയത്, പുതിയ പാൻറ്റ് അറിയുമെന്ന് പറഞ്ഞിട്ട് ഓനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ന്യൂസിലിങ്ങനെ കാണിക്കും ആളുകളൊന്നും ഇല്ലാത്തൊരു വെയർ ഹൗസിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ബോഡിയിൽ ഭയങ്കര അതിപ്പോൾ നമ്മളെ ബിസിനസ്മാൻ ആണെന്നാണ് എല്ലാവരും ഡൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി ക്യാമറ നിയറിലുള്ള സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ആൾക്കാർ പോലീസുകാർ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ ചെക്കൻ ഇങ്ങനെ ഒരുമാതിരി ടെൻഷൻ ഇങ്ങനെ നോക്കിക്കും. അപ്പം പറയും ഇത് മറ്റേ ചെങ്ങായി അല്ലേ, ആ 40,000 പണി പിരിച്ച് കിട്ടും തട്ടിപ്പ് നടത്തിയ ആ ചെങ്ങായിൻ്റെതല്ലേ, കർമ്മ എത്ര ഫാസ്റ്റാണ് പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊളീഗ് വർത്തമാനം പറയും. അപ്പോൾ ചെങ്ങായി ഇങ്ങനെ ഹാമർ ഇങ്ങനെ അടിക്കുമ്പോൾ കൈ ഇങ്ങനെ നോക്കും. ആ ക്രൈം ഫോട്ടോസ് നോക്കാൻ ചെക്കനെ കളക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കോ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതും കൂടെ ആലോചിക്കും. 30 മണിക്കൂറിൻ്റെ ഇടയിലാണ്, ഹവേഴ്സിൻ്റെ ഇടയിലാണ് മരണം നടന്നത്. 3 ദിവസം ഉണ്ടായി കുറേ വിക്ടിമിനെ ഭയങ്കരമായിട്ട് ഇതാക്കിയതിന് ശേഷമാണ് കൊന്നത്. അപ്പോൾ വിചാരിക്കും 3 ദിവസം എന്തിനടുത്ത് എന്തോ ഗിൽറ്റ് ഉണ്ടേനോ, എന്തോ കാത്തിരിക്കേനോ, എന്തിനേക്കും. പിന്നെ ഡോക്ടറും പറഞ്ഞു അവസാനം മരിക്കുന്നത് വരെ, ആ ലാസ്റ്റ് ബ്രീത്ത് വരെ അപേക്ഷിച്ചിന്, ജീവന് വേണ്ടി അപേക്ഷിച്ചിന്ന് പറയും. അപ്പോൾ അവൻ്റെ സിസ്റ്റർ ഉണ്ടാവും കയറി വരുന്നത്, ഇജ്ജ് ഇവിടെ ഉണ്ടേനോ. അപ്പോഴേക്കും ഓനെ എടുത്തിട്ട് ഓൻ്റെ ജാക്കറ്റ് എടുത്ത് മൂടി വെക്കും. അപ്പോൾ അവൻ്റെ സിസ്റ്റർ ചോദിക്കാൻ കാണാൻ സോബിനെ പോയി കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിക്കൂടെ, എന്നാൽ സ്നാക്സ് ഞാൻ വാങ്ങിയാന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് പറയും എനിക്കൊരു ഹെൽപ്പ് ചെയ്യും. എന്താ ഹെൽപ്പ് പറയും, എനിക്കൊരു നാളെ ഒരു ഇൻറ്റേൺഷിപ്പിന് പോകാനുണ്ട്, പക്ഷെ അതിനെക്കാട്ടും വലിയൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എന്ത് ചോദിച്ചു. എന്നിട്ട് ഒരു ബുക്ക് കാണിച്ചത് എനിക്ക് ഇവരെ ഓട്ടോഗ്രാഫ് വേണം പറയും. അപ്പോൾ ഇത് റൊമാൻസ് വാങ്ങേണ്ടി അതിനകത്തൊന്ന് വാങ്ങിത്തരുമോ. അപ്പോൾ ഇല്ല എനിക്ക് പറ്റില്ല അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ആലോചിച്ച് നോക്കും, ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്ക് ഓട്ടോഗ്രാഫും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് എങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂ മോശമാക്കണം, ഇൻ്റർവ്യൂ മിസ്സാക്കണോ ചോദിക്കും. അപ്പോൾ എന്നാൽ ഓക്കെ ഞാൻ റെഡിയാക്കി തരാറ്. അപ്പോൾ ഒന്ന് ശരിക്കും അറിയാം, ശരിക്കും എന്നെ ഹഗ് ചെയ്തു. അപ്പോൾ ഒന്ന് വേഗം പോക്കും, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ എന്താ കാട്ടുന്നതാണ് നോക്കാൻ നോക്കുമ്പോൾ കുറച്ച് കാണിട്ടോളൂ. എന്നിട്ട് അപ്പോഴേക്കും എനിക്ക് പൊയ്ക്കാൻ നമുക്ക് കൂടെ ഉള്ള ഇറങ്ങി പോകാനായിട്ട് പുറത്താക്കും. എന്നിട്ട് പിന്നെ മുഖം കഴുകിയിട്ട് ഒരുമാതിരി ആക്ട് ചെയ്യുന്ന കാണിക്കുക. അങ്ങനെ ചിരിക്കുന്നത് അഭിനയിക്കുക. അവൻ്റെ എഡിറ്റർ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിച്ചാണ്. അതങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്കളെ പോലെ തോന്നിയെങ്കിലും പേടിയാവും കേട്ടോ. ആ ഇവൻ്റ് ആകാട്ടോ. ആ ഇവൻറ്റിൽ അങ്ങനെ ഓനങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അങ്ങനെ വായിക്കും 25,000 റുപ്യ ഒരു സെറ്റ് ഓട്ടോഗ്രാഫ് എല്ലാത്തിനും കൂടി, മറ്റേത് VIP പാക്കേജിന് 50 സംതിങ് എത്രയോ. അപ്പോൾ ഒരു 25th റാങ്കിലുള്ള ഒരു റൈറ്റർ ഇത്ര ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ അവനോട് പറയും ഒരു ID കാർഡ് ചോദിക്കും. അപ്പോൾ ID കാർഡ് കൊടുത്തിട്ട് പറയും ഓക്കെ നിങ്ങൾക്ക് സിസ്റ്ററിന് പകരമാണെന്ന് പറയാം. അപ്പോൾ ID കാർഡ് കൊടുത്ത് കാണിച്ചിട്ട് ഓര് പറയും VIP പാക്കേജ് പൈസ ഇവിടെ അടിച്ചോളൂ. പിന്നെ VIP പാക്കേജ് പൈസ ഇവിടെ QR കോഡ് അല്ലെങ്കിൽ പൈസ ക്യാഷ് ഓക്കെ QR കോഡ് അങ്ങനെ സഹിച്ചിട്ട് തന്നെ QR കോഡിൽ പൈസ അടിച്ച് കയറും. ആ ഇവൻറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെക്കൻ പെൺകുട്ടിൻ്റെ അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് ഫോട്ടോ എടുക്കുന്നത് കാണാം. അപ്പോൾ ഓനിങ്ങനെ എന്താ കാട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കാട്ടില്ല. അപ്പോൾ എനിക്ക് ആരെ ഫോട്ടോ, ഞാൻ കായിനെ ഫോട്ടോ എടുത്തപ്പോൾ കായിന് ഫോൺ കാണിക്കണം. അപ്പോൾ അങ്ങനെ കായ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കാൻ കായ് ഇവരെ ചെക്കനെ പിടിച്ചേക്കും. അപ്പോൾ പറയും ഫോൺ വലിയ ഞാൻ ഒന്നും കാട്ടില്ല എന്നിട്ട് ഓൻ പിന്നെ കത്തി ഇങ്ങോട്ട് എടുക്കും. കത്തി അപ്പോൾ എടുക്കുമ്പോഴേക്കോ കത്തി എടുത്തിട്ട് കായിനെ കുത്താൻ വരും. എന്നിട്ട് ചെക്കൻ പിടിച്ച് വച്ച് ഒടിച്ചിട്ട് ഏൽപ്പിക്കും. അപ്പോൾ ചെക്കനപ്പോൾ മനസ്സിലാവുക കായ്ക്ക് മനസ്സിലായ സോറി, ഞാൻ വിചാരിച്ചു നിങ്ങളാണ് ഇടങ്ങേറാക്കിയത്, അത് നിങ്ങളുടെ അടുത്ത് വന്ന് സോറി ഇട്ട് പറയും. അപ്പോൾ ഞാൻ ഒന്നും സീനില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറയും ഞാൻ ഫോട്ടോ എടുക്കട്ടെ ഹീറോനെ അങ്ങനെ എന്നിട്ട് ഫോട്ടോ എടുക്കും. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പറയും സോറി നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം താങ്ക് യു പറഞ്ഞിട്ട് ഇതിനൊക്കെ തിരിഞ്ഞ് കയറിയിട്ട് ഓട്ടോഗ്രാഫ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എഡിറ്ററൊന്നും അറിയണ്ട, ആരോടും പറയണ്ട കേട്ടോ, ഇങ്ങനെ ഒരു സൈൻ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര ഡെസ്റ്ററൈസ് ആണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ പറയും നീ അത് കാട്ടണത് ഞാൻ സൈൻ ചെയ്താൽ ഇനി ഷിപ്പിൻ്റെ പേരെന്തുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരു വലിയ കാറ്റ് പറയും ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി വന്നു അല്ലാണ്ട് എനിക്കല്ലാന്ന് പറയും. അപ്പോൾ ഓരോ ഒരുമാതിരി ചമ്മു. എന്നിട്ട് ഓരോട് അറിയാൻ കുഴപ്പമില്ല ഞാനത് പൈസ ഇതിൻ്റെ സിസ്റ്ററിന് വിറ്റോളാം സീനില്ല, അതിനെക്കാട്ട് വെറുത്താണല്ലോ പൈസ ഞാൻ വിറ്റോളാം, എന്നെ പ്രാപ്പാക്കിയാണ് സിസ്റ്റർ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ പോകാൻ നേരത്തെ ചെക്കൻ ഇങ്ങനെ കായ് തിരിഞ്ഞിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. ഒന്നുമല്ല എന്തോ ഇതുകൊണ്ട് നോക്കുക അത്ര തന്നെ. ഒരു സമയം നമ്മളെ ചെക്കൻ ഓൻ്റെ ഓഫീസിൽ പോയിക്കും. അപ്പോൾ ഓൻ്റെ ബാക്കിലുള്ള ഓട്ടോഗ്രാഫ് കണ്ടിട്ട് ചെക്കന്മാർ കളിയാക്കും സെലിബ്രിറ്റീൻ്റെ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടല്ലോ ബാക്കിൽ. അപ്പോൾ ഓൻ വന്നിരുന്നിട്ട് പറയും കേസിൻ്റെ അപ്ഡേറ്റ് എന്താ ചോദിക്കും. അപ്പോൾ ഈ ഫയൽ മുതൽ മിസ്സായ ആൾക്കാരെ പേരാണ് ടെറാക്കു എന്നാണ് അവരുടെ പേര്. ഓനൊരു അഗ്രികൾച്ചർ മിനിസ്ട്രീൻ്റെ പണ്ടത്തെ പെർമനൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇയാൾ 48 മണിക്കൂറായി കാണാതായിട്ട് പറയും. അവസാനം കണ്ട അയാളെ വീട്ടിൽ നിന്നാണ് കാറും കാണാനല്ല പറയും.
അപ്പോൾ കിഡ്നാപ്പോ അല്ലെ റാൻഡം ആണോ ചോദിക്കും. അപ്പോൾ ഓൻ പറയും എനിക്കങ്ങനെ ഗസ് ചെയ്യുന്ന 48 മണിക്കൂർ ഇങ്ങനെ ആലോചിക്കുകയോ നമ്മളെ ചെക്കൻ. അപ്പോൾ പറയും ഒരുപാട് എനിമീസ് ഉണ്ട് ഓന് വർക്കിൽ, അതായിരിക്കും ചിലപ്പോൾ എന്ന് പറയും. പറഞ്ഞാൽ അതല്ല, 48 മണിക്കൂർ ഒരു കോണ്ടാക്റ്റും ഇല്ല, മിസ്സിങ് ആണ്, ഇത് മറ്റേ നമ്മളെ ക്രിപ്റ്റോ കേസുമായിട്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞു കൊടുക്കും. ക്രിപ്പോളിനെ 3 ദിവസം ടോർച്ചർ ആക്കിയിട്ടാണ് കൊന്നത്. അപ്പോൾ ടെറാക്കോനെ 2 ദിവസമായി കാണാതായിട്ട്. അപ്പോൾ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ പോലീസ് ഓഫീസറും ചോദിക്കും സീരിയൽ കില്ലർ കേസാണോ, ഉറപ്പില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 14 മണിക്കൂറുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ രക്ഷിക്കുകയാണെങ്കിൽ ഒരാളെ രക്ഷിക്കും, ഇല്ലെങ്കിൽ ബോഡിയെ കിട്ടുള്ളൂ പറയും. അപ്പോൾ ചെക്കന്മാരെല്ലാവരും തപ്പോൾ വലഞ്ഞു പറയും. രാത്രി ഒന്ന് ഉറങ്ങാതെ നിൽക്കുമ്പോൾ ഓനൊരു രാവിലെ ഒരു കോൾ വരും കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പോയി നോക്കുമ്പോൾ ചെങ്ങായി മരിച്ചിട്ടുണ്ടാവും. ചെങ്ങായിനെ ഒരു പാടത്ത് അതുപോലെ തന്നെ കോലത്തിൻ്റെ അടുത്തായിട്ട് മാപ്പ് ചോദിക്കുന്ന പോലെ കിടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഓൻ പറയും, ചെക്കൻ പറയും എന്തായാലും നമ്മൾ ഈ ബോഡി കണ്ടെത്തണമെന്നുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കൂല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഇങ്ങനെ നിൽക്കും. കായാണ് രാവിലെ അങ്ങനെ എണീച്ച് ഫ്രഷായി ലൈക്ക് ചിരി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ കാണിച്ച് നിൽക്കും. അങ്ങനെ മോർണിംഗ് ഓൻ്റെ നമ്മളെ നമ്മളെ പോലീസ് ചെക്കൻ എന്താവും വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ അനിയത്തിൻ്റെ അവിടെ കുത്തിക്കുക. അതായത് ചോദിക്കും രാവിലെയാണോ വരുന്നത്, എനിക്കെന്താ ഒരു ഇതും ഇല്ലേ അറിയാം. അപ്പം എൻ്റെ അതിൻ്റെ ഓട്ടോഗ്രാഫ് അവിടെ വയ്ക്കും. എന്നിട്ട് പറയും കിട്ടിയില്ല ആദ്യം. എന്നിട്ട് ഒരു കിട്ടിയില്ലേക്കും. അപ്പോൾ പറയും എന്നാ ദാദാരുടെ ജാക്കറ്റ് കടിക്കും. പറയും ആൾക്ക് അങ്ങനെ VIP ടിക്കറ്റൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടി. അതിന് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ തുള്ളിക്കും. പറയും അപ്പോൾ ഓളെ പിടിച്ചു വയ്ക്കാൻ പോകുമ്പോൾ പറയും 13,500 ഉറുപ്പിക വേണം, നന്നായി ഞങ്ങൾക്ക് തരാൻ അറിയും. അതുപോലെ പോടാ കളിക്കാതെ പറഞ്ഞ് കാര്യമായിട്ട് പറയുകയാണ്, ഇല്ലെങ്കിൽ അത് വാശി ചെയ്യുന്ന പറയും തരാം ഞങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഓൻ്റെ റൂമിൽ പോയിട്ട് ഓൻ്റെ ആ കേസിൻ്റെ അതിങ്ങനെ നോക്കുമ്പോൾ ആ പെങ്ങൾ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ പറയും പേടിച്ചിട്ട് പറയും ആദ്യം ഞെട്ടിപ്പോകും. അപ്പോൾ എനിക്കെന്താ ഇവിടെ എനിക്കൊന്നും നോക്കാനുള്ള ഇതില്ല അറിയും. അപ്പോൾ പ്രായമായില്ല അറിയും. പറയും ഇത് ഒരു മാങ്കയിൽ വെച്ച പോലെ ഉണ്ട്. മാങ്ങയോ തലക്കൊന്നായിരുന്നു പോയി ആട്ടെ എനിക്ക് ഉറങ്ങണം അറിയാം. പറഞ്ഞു പോടായി ഉറങ്ങാമെന്നല്ല ഈ വെറുതെ കള്ളം പറയുകയാണ് എങ്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഓള് റൂമിലെത്തിയിട്ട് ഓൻ ആ ജാക്കറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ അടുക്ക് ആ പിക്ചർ ഒക്കെ ഓർമ്മ വന്നിട്ട് ഓള് വേഗം നിക്രോസ് എന്ന് പറയും. ഓള് വായിച്ച വെബ്റ്റൂണിൻ്റെ ഇതുണ്ട്, ഓള് തപ്പിയിട്ട് അത് നോക്കിക്കും. പിന്നെ ഓള് ഒരു ഇൻ്റർവ്യൂവിൽ TV ജേർണലിസത്തിൻ്റെ ഇൻ്റർവ്യൂവിന് പോയായിരിക്കും. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നെർവസ് ആയിട്ട് ഇങ്ങനെ ലൈക്ക് നമുക്കുണ്ടല്ലോ ഇൻ്റർവ്യൂവിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുക തപ്പി തടഞ്ഞു. അപ്പം ഉണ്ടാവും എന്തെങ്കിലും കാര്യപ്പെട്ട പണിക്ക് പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സാവുക, ഒരുമാതിരി ക്ലംസി ആവുക. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു പെൺകുട്ടി പറയും കുഴപ്പമില്ല കൂളാവുക ബ്രീത്ത് ചെയ്തൊക്കെ മുകളിൽ പോകും. അപ്പോൾ അവിടുന്ന് ഓഫീസർ പറയും ഒക്കെ നല്ല ഫേമസ് സർമയമാണ്, അത് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാനങ്ങ് എടുത്തത്. ഇവിടെ എടുത്തത് അന്ന് ലെക്ചറിൻ്റെ ഇടയിൽ ഈ നല്ലൊരു ചോദ്യം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഇൻറ്റേൺഷിപ്പിന് വരാൻ കാര്യം ഉണ്ടായത്. ഇവിടെ ആവശ്യം ബ്രെയിനാണെന്ന് പറയും. അപ്പോൾ ഓളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ സമയം തരാം, ആ സമയത്ത് പറയാം, ഇല്ലെങ്കിൽ പറയാലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പറയും ഈ സീരിയൽ കില്ലർ കേസില്ലേ വെബ്റ്റൂണിൽ ആ ഒരു സീരിയൽ കില്ലർ കേസ് ഞാൻ വായിച്ച വെബ്റ്റൂണായിട്ട് കണക്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഏത് ചോദിക്കും നിക്രോസ് എന്ന് പറയും. അങ്ങനെ താഴോട്ട് ഇറങ്ങി ഇങ്ങനെ കിട്ടാത്ത പോലെ ടെൻഷനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ താഴ്ത്തുന്ന പെൺകുട്ടി ചോദിക്കും എന്ത് കിട്ടി വയ്ക്കും. അപ്പോൾ പറഞ്ഞു കിട്ടി ഇഷ്ടമായി പറയും. അങ്ങനെ ഓഫീസിൽ പോയി ചെക്കൻ്റെ അടുത്തേക്ക് സൈക്കാട്രി വയലൻസ് ഹിസ്റ്ററിയുള്ള കുറച്ച് പേഷ്യൻസിൻ്റെ ലിസ്റ്റൊക്കെ കണ്ടിട്ട് പറയും ഇതിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ജയിലാണ്, കുറച്ച് ആൾക്കാർ പുറത്തുണ്ട് പറയും. അപ്പോൾ ഒരു പോലീസ് എന്ന് പറയും ആർക്കും പേഴ്സണലായിട്ട് പ്രശ്നം ഇവരാരായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയാക്കാൻ വെച്ചാൽ ആരും ഇല്ല അറിയും. എന്നിട്ട് പറയും അപ്പോൾ ചെക്കൻ പറയും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, 2 വിക്ടിംസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനുമില്ല, രണ്ടാളും 2 പണിയെടുക്കുന്നത്, രണ്ടാളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ എവിടെയോ എന്തോ എടുക്കേണ്ടി വരും. അപ്പോൾ ന്യൂസിൽ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ പോലീസുകാർ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സീരിയൽ കില്ലർ മർഡർ കേസിൽ ഒരു ഞങ്ങൾ കണ്ടെത്തിയ തിരിച്ചറിവെന്ന് പറഞ്ഞിട്ട് ഈ നെക്രോസ് എന്ന് പറഞ്ഞ മാങ്ക വെബ്റ്റൂണുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് കാണിക്കും. ഇങ്ങനെ അതും ഇതുമായിട്ട് മാച്ച്. അപ്പോൾ അവർ പറയും കറക്റ്റ് മാച്ച് ആണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ടിട്ട് ചെക്കൻ പറയും പോയി സൈബറിൽ പോയിട്ട് ആ കോമിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടെത്തുമെന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞയച്ച് വീട്ടിലേക്ക് പോകുന്ന കായനെ കാണിക്കുക. വീട്ടിലേക്ക് എത്തുമ്പോൾ ചെക്കനാക്കി കഴിക്കും. എന്നിട്ട് ഓടി ചെന്ന് നിക്രോസിൻ്റെ എഡിഷൻ ഓൺ എടുത്തിട്ടുണ്ടാവും. അതങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവന് വേറെ ആരോ ചെയ്തതാണെന്നോ അങ്ങനെയും തോന്നും. ഇതൊക്കെ ഞെട്ടിയിട്ട് കാണുമ്പോഴൊക്കെ അവൻ്റെ എക്സ്പ്രഷൻ നല്ല ശരിക്കും ഓരോ എക്സ്പ്രഷൻസൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് അഭിനയിച്ച് കാണാനും. എന്നിട്ട് അങ്ങനെ ഓനെ എടുത്തിങ്ങനെ നോക്കുന്നത് കാണിക്കും. ആ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഓൻ്റെ പോലീസ് ഇൻസ്പെക്ടർ നമ്മളെ
നമ്മളെ ചെക്കൻ പോയിട്ട് പെങ്ങളെടുത്ത് പോകും. അപ്പോൾ പെങ്ങൾ പറയും ഈ ന്യൂസ് കണ്ടില്ലേ, ഞാൻ എന്നോട് പറഞ്ഞല്ലേ, എന്നിട്ട് ഈ കാര്യമാക്കിയില്ലല്ലോ. ആ ചങ്ങായി റിപ്പോർട്ടർ കാര്യമാക്കി, അതുകൊണ്ടാണ് ഓനങ്ങനെ ചെയ്തത്. അപ്പോൾ സോറി എൻ്റെ ഭാഗത്ത് തെറ്റിക്ക് പറ, എൻ്റെ ബാക്കി പറഞ്ഞുകൊണ്ടറിയും. അപ്പോൾ ഓന് ഇല്ല ഞാൻ പറഞ്ഞുതരില്ല, അങ്ങനെയാണ് ഒരു കാര്യം എൻ്റെ പറഞ്ഞുതരാം, എനിക്ക് ഇളവ് തരണം, ആ ജാക്കറ്റ് ഫ്രീ ആയിട്ട് തരണം എന്ന് പറയും. ചെക്കൻ കൊടുക്കും. അപ്പോൾ പെണ്ണ് പറയും കുറേ ആയി ഈ റൈറ്റർ ഇപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ, ഇയാളെ മിസ്റ്റർ കില്ല് എന്നാണ് വിളിക്കുക. പ്രത്യേക ഒരു ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ഇയാൾ ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെയല്ല, പ്രത്യേക ഒരു ഗ്രൂപ്പാണ് ഇയാൾ തിരഞ്ഞെടുത്തത്, ലൈക്ക് വരയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ചൊക്കെ അധികം ആൾക്കാർക്ക് ഇയാളെ അറിയാം. പിന്നെ ഇയാളിതുവരെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. പബ്ലിഷിങ്ങിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇയാളെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇയാളുടെ സ്റ്റൈല് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, എഡിറ്റേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മളെ കായ കത്തിക്കുന്നത്, ആ എഡിക്ഷന് എടുത്ത് കത്തിക്കുന്നത് കാണിക്കും. പിന്നെ രാവിലെ തന്നെ എല്ലാവരും കൂടി പെട്ടിങ്ങടക്കി എടുത്ത് തപ്പൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പറയുമോ നമ്മൾ ചെക്കൻ പറയും ഇത് അവസാനത്തെ തെരയലാണ്, ഇവിടെ കൂടെ കഴിഞ്ഞാൽ വേറെ വഴി നോക്കേണ്ടി വരും, നമുക്ക് പോയി തപ്പാന്ന് പറയും. അങ്ങനെ പോയി നോക്കുമ്പോൾ ഉണ്ടാവും ലിഫ്റ്റിൽ നമ്മളെ ചെക്കൻ. അപ്പോൾ കായിനെ കണ്ടിട്ട് പറയും ഓ ഇതെന്ത് ചെറിയ ലോകമല്ലേ, പറയും ആ ഹീറോ പറഞ്ഞ് ഹീറോ എന്ന് വിളിക്കില്ല, പാട്ടെന്ന് വിളിച്ചാൽ മതി പറയും. അപ്പോൾ ഓക്കെ ഇവിടെ എന്താ വയ്ക്കും, അപ്പോൾ എനിക്ക് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് വയ്ക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ അണ്ടറിലൊരു മാങ്ക ആർട്ടിസ്റ്റാണ് പറയും. നിങ്ങളെന്താ ഇവിടെ വയ്ക്കും, ഞാൻ ഒരാൾ കാണാൻ നന്നായി ഇവിടെ വന്ന എന്തായാലും ചെവി വന്നിട്ട് പറയും നന്നായി എന്നെങ്കിൽ കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് കുത്തുക. അപ്പോൾ പറയും അങ്ങനല്ല, നിങ്ങൾ ജാക്കറ്റ് കാരണം എനിക്ക് കുറേ പ്രോഫിറ്റ് ഉണ്ടായിട്ട്. അപ്പോൾ പറയും ഞാൻ കാരണം അങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായല്ലോ. ശരിക്കും ഞാനന്ന് വിചാരിച്ച അന്ന് നിങ്ങളിൻ്റെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച. പക്ഷേ അപ്പോൾ ഒരു അങ്ങനെയൊന്നുമില്ല, എൻ്റെ ചിരി കണ്ടാൽ തന്നെ എല്ലാം എത്തിട്ടാന്ന് പറയും. അവൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോഴേ അതിൽ പോലീസുകാർ കയറി ഇൻസ്റ്റൊക്കെ കിട്ടി, ഇവിടെ തന്നെ ഉണ്ട് എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് കയറും. അപ്പോൾ ചെക്കനെല്ലാം കൂടി ആ നോക്കുമ്പോൾ നിക്രോസിൻ്റെ എഡിഷൻ ഉണ്ടാവും ഓരോ ടൈമിൽ. അങ്ങനെ പേടിച്ച് ഇതൊരുമാതിരി വവലാ പെട്ടിലേക്ക് ഉള്ളത്. എനിക്കും പടപ്പടപ്പടപ്പോയി പിടിച്ചാന്നുള്ള രീതിയിൽ നിൽക്കും. അങ്ങനെ പുറത്തേക്ക് മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇവർ ഇങ്ങനെ അവിടുത്തെ ആളോട് ചോദിക്കും ഇവിടുത്തെ ഈ എഡിറ്റർ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും എന്താ വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവുക. അങ്ങനെ കേട്ടിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഓൻ എഡിറ്റർ ഇങ്ങനെ കായെന്ന് വിളിക്കും. അപ്പോഴേക്കും ഓരോട് പറയുന്നത് ഇവർ ഇങ്ങനെ എഡിറ്ററെ കാണാനൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേഗം ചെന്നിട്ട് ഒരു നൈസായിട്ട് ഡോറ് തുറന്നിട്ട് വേഗം ഒന്ന് ടെൻഷൻ അടിച്ച് തലക്ക് എടുത്തിട്ട് പോകാൻ ആ മരുന്ന് കുടിക്കാൻ നോക്കും. അത് താഴെ വീണ എടുത്ത് തപ്പി എടുക്കാൻ പോകുമ്പോഴേക്ക് നമ്മളെ ചെക്കൻ വന്നിട്ട് വയ്യാലെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇത്ര റഷാവുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഗുളിക ഇങ്ങനെ എടുക്കും, അത് എടുത്ത് കൊടുക്കും. ആ ഒരു കാണിച്ച് പിന്നെ നമ്മളെ അതിന് മുമ്പുള്ളൊരു ക്ലിപ്പാണ് കാണിക്കുക. അന്ന് ഇവനിങ്ങനെ തിരിഞ്ഞു നോക്കൂലേ, തിരിഞ്ഞു നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെക്കനും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോള് വരും, ഈ ഒരു മിസ്സിങ്ങിനെ കിട്ടിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ആ ജാക്കറ്റ് നോക്കിയിട്ട് ഹാർട്ടൊക്കെ വരിച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് പോണ സീനാണ് കാണിക്കുക.